അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ജഗത്തിൽ ഒന്നും തന്നെ സന്തോഷിക്കാൻ വകയില്ല. എല്ലാം പോണം. അർത്ഥാഗൃഹേ നിവർത്തതന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തി മനഗച്ഛതി. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടുമോ അതെല്ലാം കുഴിമാടം വരെ വരത്തുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. ഉരുക്ക് വനിതയാകുന്ന ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ വാനമ്പാടി പക്ഷി സരോജിനി നായിഡു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലച്ചോറായ EMS നമ്പൂതിരിപ്പാടും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗകനായ EK നയനാരും AK ഗോപാലനും ഇല്ല പോട്ടെ, അവൻ സൗന്ദര്യത്തിന്റെ തിളമ്പേറ്റിയ രാജീവ് ഗാന്ധിയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചവരെല്ലാം കാലഘട്ടം കടന്നുപോയില്ലേ? അവരാരും ഇന്നിവിടെ ഇല്ലല്ലോ. ഇതാ പോട്ടെ, CPIM-ന്റെ കാനം രാജേന്ദ്രൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയില്ലേ? അങ്ങനെ എല്ലാ ആളുകളും പോകണം. ഞാൻ ചോദിക്കുന്നു, എവിടെ പോകുമെന്ന് വല്ലതും തീരുമാനിച്ചോ? ഈ യോഗം നടത്തുന്നതിന്റെ ഒറ്റ കാരണം പറയാം, വയറ്റിപ്പഴുപ്പല്ല. ഡോളറും യൂറോയും ദറംസും അങ്ങനെ ഏതെങ്കിലുമൊക്കെ കിട്ടാൻ വല്ല മാർഗമുണ്ടത് കൊണ്ട് ആണെങ്കിൽ ഈ പന്തൽ ഞങ്ങൾ നടത്തിയല്ല. AC ഉള്ള കെട്ടിടത്തിലേക്ക് കയറൂ. ഈ പ്ലാസ്റ്റിക് വലിക്കുകയല്ല. നല്ലൊരു ടിൻഷീറ്റ് പന്തലിടാൻ നിർവാഹമില്ലാത്ത ഒരാളാണ് ഈ യോഗം നടത്തുന്നത്. ഓർക്കണം, മഴ പെയ്തു കഴിഞ്ഞാൽ അകത്തു വരുന്നവരെ ആ മഴ നനയാതെ അകത്തു നിർത്താൻ തന്റെ ഇടമുണ്ട്. അകത്തുണ്ടെങ്കിലും അതിന് മുടക്കാൻ പണമില്ലാത്ത അത് കാലിപ്പോക്കറ്റുമായി ഇത് വിളിച്ചു പറയാൻ കാരണമുണ്ട്. സ്നേഹിത, ഇവിടം വിട്ടു പോയാൽ നീ എവിടെയെത്തും? ഇവിടം വിട്ടുപോയാൽ എവിടെ പോകും? ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അടിച്ചാലും ഇടിച്ചാലും ചീത്ത വിളിച്ചാലും ഒക്കെ ഒരു കാര്യം, നമ്മളിവിടെ വിടും. ഇവിടം വിടും. എത്ര സുന്ദരമായ ശരീരവും മണ്ണോട് മണ്ണായി ചേരും. എത്ര സൗന്ദര്യത്തിന് തിടമ്പേറിയ പൂമേനിയും ഈ പൂഴിക്ക് പൂഴിയായി ചാരത്തിന് ചാരമായി മാറും. സ്വപ്നങ്ങളെല്ലാം തീരും. 6 പെട്ടിക്കകത്തേക്ക് കയറും. ഈ മരങ്ങളൊക്കെ നമ്മെ നോക്കി ചിരിക്കുക. നിങ്ങൾ എത്ര സുന്ദരനായി മാറിയാലും എന്നെ വെട്ടി പെട്ടി ഉണ്ടാക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാനായിരിക്കും മുമ്പിൽ. ഇന്ന് മുമ്പിൽ വരാൻ പറ്റത്തില്ല. ഞാനായിരിക്കും മുമ്പിൽ. നിന്റെ ഡിഗ്രിയും നിന്റെ യശസ്സും എല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും. എന്നിട്ട് സകല ആളുകളും ചേർത്ത് പിടിക്കും. ഏറ്റവും മുമ്പിൽ നിൽക്കും. രാജാവിൻ്റെ മുമ്പിലും ഞാനാണ്. ഷൗപ്പിട്ട് പറയുക, ഞാനാ നിൽക്കുന്നേ. രാജ്ഞിയുടെ മുമ്പിലും ഞാനാ നിൽക്കുന്നേ. ആർക്കും വരാൻ പറ്റുകയില്ല. ഇല്ല, വലിയ ഉദ്യോഗസ്ഥൻ മരിച്ചാലും ഞാനാ നിൽക്കുന്നത്. ആർക്കും വരാൻ പറ്റുകയില്ല. കാരണം എനിക്ക് അവിടെയാണ് സ്ഥാനം. മരങ്ങൾ മുഴുവനും പറയുക. അങ്ങനെയെങ്കിൽ ഞാനൊരു യാഥാർത്ഥ്യം പറയാം. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട് നിങ്ങളോട് പറയാൻ, നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ, ഒരുമിച്ചൊന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു നല്ലൊരു അവസരമാണ് ഈ യോഗം. ഇവിടെ മറ്റൊരു കാര്യവും നടക്കുന്നില്ല. എവിടെ പോകണമെന്ന് പറയാനുള്ള ഒരു നിയോഗമാണ്. അതാണ് ഈ യോഗത്തിന്റെ കാതലായ പ്രത്യേകത. അതുകൊണ്ട് സ്നേഹിത, ഒരു കാര്യം ഓർത്തോണം. ഈ യോഗം നടത്തുന്നത് ഞങ്ങളുടെ വിശ്വാസം മുഴുവനും നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ല. ഇതിന്റെ ലക്ഷ്യം ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല. ഈ വിശ്വാസത്തിന്റെ കാതലായ കാരണങ്ങൾ അക്കമിട്ട ഭാഷയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. വേദപുസ്തകത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. വേദപുസ്തകത്തിൽ സാധാരണ രക്ഷയും മാനസാന്തരവും സ്നാനവും മാത്രമല്ല പുസ്തകത്തിൽ പറയുന്നത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഓരോരുത്തരും ചരാചര നിബിഡമായ പ്രപഞ്ചത്തെ ഏകവാക്കിൽ ഉളവാക്കിയ അനശ്വരനാകുന്ന ഈശ്വരനോട് കണക്ക് പറയണം. ചെറിയ കാര്യമല്ലോ ആണോ? സകലവും നിർമ്മിച്ച ഈശ്വരന്റെ മുമ്പിൽ സകല മനുഷ്യനും കണക്ക് പറയണമെന്ന്. ഞാനെന്തിനാ കണക്ക് പറയുന്നത്? പറഞ്ഞു പറ്റും, അത് കിട്ടണം. ഇവിടെ ഈ ഭൂമിയിൽ നീ എന്തിനായി ജനിച്ചു? എത്ര നാൾ ജീവിച്ചു? എന്തൊക്കെ ചെയ്തു? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? നീ എങ്ങനെ ജീവിച്ചു? ഈ കാര്യങ്ങളെല്ലാം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന്. അത് ചെറിയ കാര്യമല്ല. അത് സകല മനുഷ്യരോടും പറയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചതിന്റെ കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. ചോദ്യകർത്താവ് സാധാരണക്കാരനല്ല. അവൻ ഇവിടുത്തെ സാക്ഷികൾ ഒന്നും വേണ്ട. അവന് വേണ്ടി സാക്ഷിയാകാൻ ഭൂമി തയ്യാറായി. അവന് വേണ്ടി സാക്ഷിയാകാൻ ആകാശം തയ്യാറായി കഴിഞ്ഞു. അവന് വേണ്ടി സാക്ഷിയാകാൻ നാം കൈകൊണ്ട് പണം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ വീടിന്റെ കട്ടളയും ജനലും അതിന്റെ ഉത്തരവുമെല്ലാം തയ്യാറായി കഴിഞ്ഞു. സചേതനവും അചേതനവുമാകുന്നവർ ഈശ്വരന്റെ മുമ്പാകെ സംസാരിക്കുന്ന ദിവസം വരുന്നു. ഞാൻ പറഞ്ഞ
ആദ്യം കയറി പറയാം, ഈ യോഗം ഇവിടെ അവസാനിപ്പിച്ചു പോയാലും ഈ മണ്ണ് നമ്മളെ വിടുകയല്ല. ഈ ഇതിന്റെ അടിവീടാന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ടെറസ് നമ്മളെ വിടുകയല്ല. ഈ പന്തലുകാരൻ ആരാണെങ്കിലും ഈ ഇരുമ്പ് കഷണം നമ്മെ വിടുകയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആരംഭത്തിൽ മറുപടി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവുകയാണ്. ആരംഭത്തിൽ പറയാം, ഇത് മണ്ണോട് മണ്ണായി ലയിച്ചു ചേർന്നാലും ഈ സ്ക്വയർ ഈ പൈപ്പിനെ അതേപോലെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഈ മൈക്രോഫോണ് ജെയിംസ് പാസ് അധ്വാനിച്ചൊക്കെ മേടിച്ചതാണ്. ഇത് പലരുടെയും പിന്നീടൊക്കെ വീണ് ഏതാണ്ടൊക്കെ ഒരു പരുവായിട്ടിരിക്കുക. പ്രസംഗർക്ക് സാധാരണ അങ്ങനെയുള്ള മൈക്കൊക്കെ കിട്ടാറുള്ളൂ. ഏതായാലും ഞാനൊരു കാര്യം പറയാം, ഏതാണ്ടൊക്കെ ഇനി അല്പം കൂടെ ഉപ്പ് തളിച്ചിട്ട് ഇത് അങ്ങോട്ടിട്ടാൽ നാളെ പ്രസംഗിക്കാൻ വരുന്ന സജിമോൻ ബേബിക്ക് ഇത് കൊടുക്കാൻ പറ്റിയല്ല. അടുത്ത ദിവസം വരുമ്പം ഇത് മണ്ണോട് മണ്ണായി ചേരും, ഇത് മണ്ണിലേക്ക് അങ്ങ് പോകും. അപ്പൊ നോക്കിക്കേ, മണ്ണീന്നെടുത്ത് ഇതിനെ വിവിധ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ശബ്ദം ഉച്ചഭാഷയുടെ കൊണ്ടുവരാൻ 1 കിലോ 300 ഗ്രാം തൂക്കമുള്ള തലച്ചോറുള്ള മനുഷ്യന് കഴിഞ്ഞെങ്കിൽ ഈ 1 കിലോ 300 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് നിർമ്മിച്ച വെച്ചിരിക്കുന്ന ഉന്നതനായ ദൈവത്തിന് ഈ മണ്ണിനെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? സംസാരിപ്പിക്കാൻ പറ്റും. പച്ചമരത്തോടുകൂടെ ഈ സ്ഥലം മുഴുവൻ സംസാരിക്കും. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, സുവിശേഷ പ്രഭാഷണം ഇന്ന് തീർന്നാലും നാളെ തീർന്നാലും എഴുന്നേറ്റ് വരും ഈ മണ്ണ്. അവിടെ പ്രസംഗിച്ചത് ഞാൻ കേട്ടില്ല എന്ന് പറയുമ്പം ഇവിടുത്തെ